ചരിത്രം പിറന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 127 ദിവസവും 15 ലക്ഷം കിലോമീറ്ററും നീണ്ട യാത്ര പൂർത്തീകരിച്ചിരിക്കുന്നു. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്കെത്തി. പേടകം ഒന്നാം ലഗ്രാഞ്ച് ബിന്ദുവിൽ L1 പോയിന്റിലെത്തിയതായി ISRO തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ സന്തോഷ വാർത്ത എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. ആദിത്യ L1 നിശ്ചിത ഭ്രമണപഥത്തിലെത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല് കൂടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് വളരെ വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനുള്ള അവസാന കടമ്പയായ ഭ്രമണപഥ മാറ്റം വൈകുന്നേരം 4 മണിയോടെ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്ന അപൂർവം രാജ്യങ്ങളിൽ 5ാമത്തെ രാജ്യമായി ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായി ISRO മാറിയിരിക്കുന്നു. ഇന്ത്യ മാറിയിരിക്കുന്നു. 5 വർഷം ഇവിടെ തുടർന്ന് സൂര്യനെക്കുറിച്ച് ഗഹനമായി പഠിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ദൗത്യത്തിനുള്ളത്. ചന്ദ്രയാൻ 3 വിജയകരമായതിന് പിന്നാലെയാണ് ISRO ഇന്ത്യയുടെ ആദ്യ സോളാർ സ്പേസ് ഓർബിറ്ററി ദൗത്യമായ ആദിത്യ L1 സെപ്റ്റംബർ 2-ാം തീയതി വിജയകരമായി വിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുന്നത്. സൂര്യൻ്റെ ബാഹ്യഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ എന്നിവയുടെ പഠനമാണ് ഇതിലൂന്നിയുള്ള പ്രധാന ലക്ഷ്യങ്ങളെങ്കിൽ പോലും സൂര്യൻ്റെ സങ്കീർണമായ ചില പ്രവർത്തനങ്ങളുണ്ട്. അതിനെ അനാവരണം ചെയ്യാനും സൗരയുദ്ധത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാക്കാനും ദൗത്യത്തിന് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ശാസ്ത്ര ലോകത്തിനുണ്ട്. ലോകത്തിന് ലഭിക്കുമെന്ന ഒരു പ്രത്യാശയും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല് കൂടി സൃഷ്ടിച്ചു. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ പേടകം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. ഏറ്റവും സങ്കീർണമായ ബഹിരാകാശ ദൗത്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ പ്രകടമാക്കുന്ന അക്ഷീണമായ അർപ്പണബോധത്തിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. ഈ അസാധാരണ നേട്ടത്തെ രാജ്യത്തിനൊപ്പം തന്നെ താനും അഭിനന്ദിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പേടകത്തിലെ ത്രസ്റ്ററുകളെ കമാൻഡുകളിലൂടെ പ്രവർത്തിപ്പിച്ചാണ് ഭ്രമണപഥ മാറ്റം നടത്തിയത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ഇവ രണ്ടിൻ്റെയും സ്വാധീനം തുല്യമായ L1 ബിന്ദുവിൻ്റെ പ്രത്യേക സാങ്കല്പിക ഭ്രമണപഥത്തിലെത്തിയതോടെ ഇനി മറ്റൊന്നും തന്നെ ഇല്ലാതെ, അധികം ഇന്ധനം ഉപയോഗിക്കാതെ, വലിയ ബുദ്ധിമുട്ട് ഒന്നും തന്നെ ഇല്ലാതെ ദീർഘകാലത്തേക്ക് ഈ പേടകത്തെ അവിടെ നിലനിർത്താൻ കഴിയും. സൂര്യനെ കൂടുതൽ അടുത്തു നിന്ന് നിരീക്ഷിക്കാനും പഠിക്കാനുമായി ഇതിന് സാധിക്കും. 2023 സെപ്റ്റംബർ 2-ാം തീയതി ആയിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്നും ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ എത്തുന്ന L1 ബിന്ദുവിൽ നിന്നും സൂര്യനിലേക്ക് ഇനിയും 14.85 കോടി കിലോമീറ്റർ ബാക്കി നിൽക്കുന്നു. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കാണ് ഈ ഉപഗ്രഹത്തെ നിലവിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് പ്രത്യേകത ഈ L1 ബിന്ദുവിൽ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും പറയേണ്ട ഒരു വിഷയം, ഈ പേടകം L1 ബിന്ദുവിലെത്തിയാൽ തടസ്സമൊന്നും തന്നെ ഇല്ലാതെ തുടർച്ചയായി സൂര്യനെ നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ് ആദ്യത്തേത്. L1 ബിന്ദുവിലെത്താൻ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ആകെ ദൂരത്തിൻ്റെ 1% മാത്രമാണ് ആദിത്യ L1 ഇതുവരെ സഞ്ചരിക്കാൻ കഴിഞ്ഞത്. അതായത് ഇനിയും അനേകം ദൂരം ബാക്കി നിൽക്കുന്നു. 5 വർഷമാണ് പേടകത്തിൻ്റെ ആയുസ്സായി കരുതുന്നത്. അതിൽ കൂടുതൽ കാലം തന്നെ അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ISROയ്ക്കുണ്ട്. അത്രയധികം ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് ISROയുടെ ഉപഗ്രഹങ്ങൾ പറന്നുയർന്നിട്ടുള്ളത്. ഇനി ആദിത്യയിലുള്ളത് 7 പഠനോപകരണങ്ങളാണ്. അതിൽ 4 എണ്ണം, അതായത് പേലോഡ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളെ പറ്റി പഠിക്കും. മറ്റുള്ളവ L1 പോയിന്റിൽ നിന്നുള്ള പലതരത്തിലുള്ള കണികകളും തരംഗങ്ങളും അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, സൗരയുദ്ധത്തിലെ മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ പഠിക്കാനായി ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.